آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. അടുത്ത് ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റികളിൽ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് ഹിജാബ് പാടില്ല എന്ന രൂപത്തിലുള്ള നിയമമുണ്ടായി. ആ നിയമത്തിന് കാരണം രണ്ട് പെൺകുട്ടികൾ ഹിജാബ് ധരിച്ച് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠനത്തിന് പോയതായിരുന്നു. ഇന്നലെ വരെ ശരീരം മറക്കാതിരുന്ന പെൺകുട്ടികൾ സൗന്ദര്യത്തിൻ്റേത് എന്ന രൂപത്തിൽ നമ്മുടെ സമൂഹവും മീഡിയയുമെല്ലാം പഠിപ്പിക്കുന്ന എല്ലാ അളവുകോലുകൾ പ്രകാരവും സൗന്ദര്യത്തിൻ്റെ നിറകുടങ്ങളായ പെൺകുട്ടികൾ അവർ പെട്ടെന്നൊരു ദിവസം വസ്ത്രം മാറിയപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അത് ചർച്ചയായി, പ്രശ്നമായി, ഒച്ചപ്പാടുകളായി. അങ്ങനെ അവര് കോളേജിൽ നിന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പുറത്താക്കപ്പെട്ട സമയത്ത് ലോകത്തെ വാർത്താമാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചു. അതിനിടക്ക് അവർക്ക് ലഭിച്ച ഒരു ഇന്റർവ്യൂവിൽ ഒരു പ്രമുഖ മീഡിയയുടെ ഉത്തരവാദിത്തമുള്ള വനിതാ ജേർണലിസ്റ്റ് അവരോട് ചോദിച്ചു, നിങ്ങൾ നല്ല സുന്ദരികളായ പെൺകുട്ടികൾ ഈ പ്രായത്തിൽ എന്തിനാണ് ഈ അടിമത്വത്തിന്റെ വസ്ത്രം സ്വീകരിച്ചിട്ടുള്ളത്? അപ്പൊ ആ കുട്ടികൾ തിരിച്ചു ചോദിച്ചു, നിങ്ങളിപ്പോൾ ധരിച്ചിട്ടുള്ള വസ്ത്രം അത് നിർണയിച്ചതാരാണ്? അവർ പറഞ്ഞു, ഇത് കമ്പനിയുടെ യൂണിഫോമാണ്. അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ കമ്പനിയിൽ പുരുഷന്മാരുടെ യൂണിഫോം എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, പാന്റും ഷർട്ടും എല്ലാമാണ് യൂണിഫോം, അതിന്റെ രീതികളെല്ലാം പറഞ്ഞു. അപ്പൊ വീണ്ടും അവർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ പുരുഷ മുതലാളിമാർ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ച വസ്ത്രമുടുക്കുന്നു. ഈ വസ്ത്രം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കാനുള്ള കാരണം പുരുഷ മുതലാളിമാർ അവർക്കറിയാം ഈ വസ്ത്രം വഴിയാണ് നിങ്ങളുടെ സൗന്ദര്യം പരമാവധി പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയുക എന്ന്. നിങ്ങളെ കൊണ്ട് സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം
നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ മീഡിയക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കലാണ്, അതിലേക്ക് ആളുകളെ ആകർഷിക്കലാണ്. ചുരുക്കത്തിൽ നിങ്ങളുടെ ശരീരത്തെ ഉപഭോക്താവിന് വേണ്ടി, കൺസ്യൂമർക്ക് വേണ്ടി, കാഴ്ചക്കാരന് വേണ്ടി സമർപ്പിക്കുകയാണ് നിങ്ങളുടെ പുരുഷ മുതലാളിമാർ ചെയ്യുന്നത്. ഇനി ഞങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഞങ്ങളുടെ നാഥൻ, നമ്മളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചിട്ടുള്ള തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ച വസ്ത്രം സ്വീകരിക്കുന്നതാണോ? അതല്ല പുരുഷ മുതലാളിമാർ ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചു നൽകിയ വസ്ത്രം സ്വീകരിക്കലാണോ? ഏതാണ് അടിമത്വം? ഈ പെൺ ജേർണലിസ്റ്റ് വായിലേക്ക് നോക്കി, മറുപടി ഉണ്ടായിരുന്നില്ല അവർക്ക്. ഇത് നമ്മുടെ കാലത്ത് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എല്ലാ മുസ്ലിം പെണ്ണും ബോധപൂർവം അണിയുന്നതാണ് നമ്മുടെ വസ്ത്രം. ബോധപൂർവം അണിഞ്ഞ വസ്ത്രത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള ചോദന മനസ്സിലായാൽ, യഥാർത്ഥത്തിൽ അതിന് പിന്നിലുള്ള ജീവൻ മനസ്സിലായാൽ, ആ വസ്ത്രം നമുക്ക് ഒരു ലഹരിയായി, ഒരു ഇഷ്ടമായി, നമ്മുടെ വ്യക്തിത്വത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രകാശനമായി മാറും. നല്ല സ്ത്രീയാകുക, നമ്മുടെ മനസ്സ് ഉൾക്കൊണ്ട ആദർശത്തെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുമ്പോഴാണ്. അടിച്ചേൽപ്പിച്ച വിശ്വാസങ്ങളോ അടിച്ചേൽപ്പിച്ച നിയമങ്ങളോ ജീവിതത്തിൽ കാര്യമായ സ്വാധീനമൊന്നും ചെലുത്തുകയില്ല. നമ്മുടെ വസ്ത്രമാണെങ്കിലും നമ്മുടെ ജീവിതമാണെങ്കിലും നമ്മൾ അനുസരിക്കുന്ന നിയമങ്ങളാണെങ്കിലുമെല്ലാം അത് നമ്മൾ നിലനിൽക്കുന്ന സാഹചര്യത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ, നമ്മൾക്കതല്ലാതെ നിർവാഹമില്ലാത്തത് കൊണ്ട് സ്വീകരിച്ചതാണെങ്കിൽ, ഇതെല്ലാം അടിച്ചേൽപ്പിക്കപ്പെടുന്നതായി നമുക്ക് എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അത് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കേണ്ട സുഗന്ധം നമ്മളിൽ നിന്നുണ്ടാവില്ല. ഈ അടുത്ത് ഇസ്ലാം സ്വീകരിച്ചൊരു നേപ്പാളി വനിതയുണ്ട്. അവരുടെ പേര് പൂജാലാമ എന്നാണ്. നേപ്പാളിൽ ഏറെ പ്രസിദ്ധയാണ് അവൾ. എന്തുകൊണ്ടെന്നാൽ അവളൊരു സിനിമാ നടിയാണ്. സിനിമാ നടി ആയതുകൊണ്ട് മാത്രമല്ല, നേപ്പാളി യുവാക്കളുടെ ഹരമാണ് പൂജാലാമ. നിങ്ങൾക്ക് നെറ്റിലെല്ലാം ഇപ്പോഴും സെർച്ച് ചെയ്താൽ പൂജാലാമയെക്കുറിച്ചുള്ള ബ്ലോഗുകളും സൈറ്റുകളും കാണാൻ കഴിയും. പൂജാലാമ അവളുടെ ശരീരത്തിന്റെ പരമാവധി പുറത്ത് പ്രദർശിപ്പിക്കുക വഴി നേപ്പാളിലെ സിനിമക്ക് അവൾ ഏറെ പ്രിയപ്പെട്ടവളാണ്. അതോടൊപ്പം തന്നെ നേപ്പാളിലെ യുവാക്കൾക്കും അവൾ പ്രിയപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ള പൂജാലാമ 3 തവണ വിവാഹം ചെയ്ത് വിവാഹം പിരിയേണ്ടി വന്ന പൂജാലാമ. സിനിമയുടെ ലോകത്ത് അത് സാധാരണയാണ്. അവസാനം ജീവിതത്തിന്റെ അർത്ഥമന്വേഷിച്ച്, ഈ ജീവിതത്തിന് ഇനി ഒന്നുമില്ലല്ലോ, എന്താണ് ഇങ്ങനെ ജീവിച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട്, തന്റെ തൊലിയുടെ സൗന്ദര്യം അവസാനിക്കുമ്പോൾ, തന്റെ ശരീരം പ്രദർശന വസ്തുവാകുന്നത് നിന്നുപോകുമ്പോൾ, താൻ സമൂഹത്തിന് ഒരു ഭാരമായി തീരുമല്ലോ എന്നാലോചിച്ചിട്ട് ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ആ ഒരുക്കത്തിനിടയിലാണ് ജീവിതത്തിന്റെ അർത്ഥം ഒന്ന് അന്വേഷിക്കാമെന്ന് അവർക്ക് തോന്നിയത്. ആ അർത്ഥമന്വേഷിച്ചുള്ള പഠനം ബുദ്ധമതക്കാരിയായി ജനിച്ച പൂജാലാമയെ
ഇസ്ലാമിലെത്തിച്ചു അംന ഫാറൂഖിയാക്കി മാറ്റി. അംന ഫാറൂഖി അവർ ഇസ്ലാം നിലനിൽക്കുന്ന പ്രദേശങ്ങൾ കാണാൻ വേണ്ടി, നേപ്പാൾ നിങ്ങൾക്കറിയാം ഒരു ഹിന്ദു മത രാഷ്ട്രമായി അറിയപ്പെടുന്ന സ്ഥലമാണ്. മിഡിൽ ഈസ്റ്റിലെല്ലാം സഞ്ചരിച്ച് ഖത്തറിലും ദുബായിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലുമെല്ലാം സന്ദർശിച്ച് തിരിച്ചെത്തിയപ്പോഴേക്ക് അവരുടെ വസ്ത്രം മാറി. പിന്നീട് അവിടുത്തെ പത്രത്തിൽ വന്ന ഹെഡിങ് പൂജാലാമ ഷോ ഇറ്റ് ഓൾ ടു ഹൈഡ് ഇറ്റ് ഓൾ എന്നായിരുന്നു. എല്ലാം കാണിക്കുന്നതിൽ നിന്ന് എല്ലാം മറച്ചു വെക്കുന്നതിലേക്ക് പൂജാലാമയുടെ മാറ്റമെന്ന്. ഇവിടെ